ഇവിടെ ഇപ്പോ ചിറയൻകീഴിനെ സംബന്ധിച്ച് 16 ആരോപികൾ അത്യാവശ്യമാണെന്നാണ് ശ്രീ ശശി അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. അപ്പൊ ഇതിനി ഒരു പ്രോജക്റ്റായിട്ട് അവതരിപ്പിച്ച് ഇതിനുള്ള സ്ഥലമെടുത്ത് തന്ന് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ മന്ത്രാലയം പണിയുന്നതാണോ അതോ രണ്ടുപേരും ചേർന്ന് പണിയുന്നതാണോ എന്നുള്ള നിശ്ചയങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് ഒന്ന് ത്വരിതപ്പെടുത്തി പ്രയത്നിക്കേണ്ടത് അത് രാഷ്ട്രീയം മറന്ന് എല്ലാ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടുത്തരവാദിത്വമാണ്. അത് നടപ്പിലാവണം. നമുക്ക് ഇലക്ഷനൊക്കെ ജയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടി. ഇലക്ഷന് നമുക്ക് നമ്മളെ ഒന്ന് അവതരിപ്പിക്കുന്നതിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റവരും ജയിച്ചവരും ഒത്തുപിടിച്ച് മാത്രമേ ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. അവിടെ നമുക്ക് രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസത്തിന്റെ പേരിലൊന്നും വേർതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും ചെളിവാരി എറിഞ്ഞുകൊണ്ട് തുടർന്നു പോയാൽ നമ്മുടെ ജനങ്ങൾക്കാണ് എല്ലാ നഷ്ടങ്ങളും ഉണ്ടാവുന്നത്. ഞാൻ എടുത്തു പറയുന്നു, പ്രജകൾക്കാണ് നഷ്ടമേറ്റ് വാങ്ങേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഇത് നമ്മൾ ചിറയൻകീഴിനെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ ചിറയൻകീഴ് സ്റ്റേഷനും അനുവദിച്ചിരുന്നത് 5 കോടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.